ഹായ് ഫ്രണ്ട്സ്, അച്ചൂസ് ഹെവൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു കുട്ടി ഷോപ്പിങ്ങിന് പോകാണ് കേട്ടോ. കുട്ടി ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാപ്പിയുടെ ആനിവേഴ്സറി വരുവാണ്. അപ്പോൾ ആനിവേഴ്സറിക്ക് കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ട്. എനിക്ക് കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു സങ്കടകരമായ കാര്യമുണ്ടായി. എൻ്റെ സ്വർണ്ണവളയുടെ സൈഡ് പോയതുകൊണ്ട് എൻ്റെ കയ്യിൽ വളയില്ല. ഞാൻ വാച്ച് പണ്ട് കെട്ടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ വാച്ചില്ലാത്തതുകൊണ്ട് ആ കൈ ഇങ്ങനെ ബ്ലാക്കായിട്ട് കിടക്കുവാണ്. 2 വളയുള്ളത് ഒരെണ്ണം വീട്ടിലായിപ്പോയി. അപ്പം ഒരു വളയൊക്കെ മേടിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കുളി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുങ്ങി പോകുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചി ഉണ്ട് കേട്ടോ. കൂട്ടുകാരി ചേച്ചിയുടെ കൂടെയാണ് കേട്ടോ പോകുന്നത്. ചേട്ടായിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും സാധനങ്ങൾ നോക്കിയെടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. ഏട്ടായി ഭയങ്കര ധൃതി വെക്കും. പോകാമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചാർജ് ഇവിടെ കുത്തിയിട്ടേക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. ഇതാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ്. ഒരു സ്കേർട്ടും ഒരു ടോപ്പുമാണ് ഇട്ടേക്കുന്നത്. കമ്മലൊക്കെ ഇടണം. എൻ്റെ കുഞ്ഞ് മേക്കപ്പും കൂടെ കാണിക്കാൻ കേട്ടോന്നേ. ഇവിടെ ചാരി വെച്ചിട്ട് ചെയ്യാം. അയ്യോ, ഓക്കെ, സെറ്റ്. ഞാൻ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എടുത്തുകൊണ്ട് വരട്ടെ. എപ്പോൾ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. കറണ്ട് പോയി ഗൈസ്. ഞാൻ ഫോൺ ചാർജ് കുത്തിയിട്ടുകൊണ്ട് അന്ന് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കറണ്ട് പോയി. ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ തന്നെ വെച്ചൊക്കെ ചെയ്യാം. വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് കുഞ്ഞാപ്പിയുടെ പൗഡർ ഒന്ന് ഇടും. വെട്ടമില്ലെന്ന് തോന്നുന്നു. എന്നാലും കറണ്ടില്ല. അപ്പുറം കൊണ്ട് വെച്ചിട്ട് വരിക. ഇച്ചിരിയൂടെ എങ്കിലും വെട്ടമുണ്ട്. നമ്മുടെ ജനലിൻ്റെ സൈഡിൽ വന്നിരുന്നു. അപ്പോൾ തന്നെ നല്ല വെട്ടമുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിലെവിടെ ക്യാമറ? ഈ സൈഡ്. അപ്പോൾ ആദ്യം പൗഡർ ഇട്ടു. ചെറുപ്പം തൊട്ടേ കുഞ്ഞാപ്പിയുടെ ഈ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വേറൊരു പൗഡറും യൂസ് ചെയ്യാറില്ല ഞാൻ. ആദ്യമൊക്കെ പോൺസ് ആയിരുന്നു. പിന്നെ ഈ പൗഡറിലോട്ട് കിടന്നു. ഇന്നതേ ഡാസ്ലറിൻ്റെ ഒരു ഐലൈനർ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചതാണ് ഗൈസ്. എൻ്റെ എക്സ്പയറി കഴിഞ്ഞോ എന്ന് വരെ എനിക്ക് ഡൗട്ടുണ്ട്. ഇല്ല, 36 എന്നൊക്കെ എഴുതിയേക്കുന്നത്. എക്സ്പയറി കഴിഞ്ഞാണോന്ന് പോലും അറിയത്തില്ല. എന്നാണേലും നിലവിലിപ്പോൾ ഇതേ ഉള്ളൂ, കയ്യിലുള്ളൂ. അത് വെച്ചങ്ങ് എഴുതാം. ഈ കണ്ണ് എഴുതുന്നതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടിയാണോയെന്ന് ചോദിച്ചാൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഇഷ്ടമായിരുന്നു. സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇഷ്ടമായിരുന്നു ഒരുങ്ങാനൊക്കെ. ഇപ്പം അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഒരു പൊട്ടൊക്കെ കുത്തി. അന്നും എനിക്ക് വലിയ ഒരുക്കമൊന്നുമില്ല. കറണ്ട് വന്നു. സത്യം, അന്നും എനിക്ക് വലിയ ഒരുക്കമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു പൊട്ട് കുത്തും, കണ്ണെഴുതും. അതൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് നമ്മുടെ പഴയ സ്ഥലത്തോട്ട് പോകാം. കറണ്ടൊക്കെ വന്ന് ഗൈസ്. കണ്ണൊക്കെ എഴുതി. ഇനി ഒരു പൊട്ടും കൂടെ കുത്തട്ടെ കേട്ടോ. എൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് ഇത്രയേ ഉള്ളൂ ക്ലാരിറ്റി. അയ്യോ, മങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഫ്രണ്ട് ക്യാമറ മങ്ങിപ്പോയി ഗൈസ്. കണ്ടോ, ഇപ്പോൾ തുടച്ചപ്പോൾ കണ്ടോ ഇച്ചിരിയോടെ കളർ വന്നു. എനിക്ക് വട്ട്. അപ്പോൾ ഞാൻ പൊട്ടെടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ പൊട്ട്. കുഞ്ഞു പൊട്ട്, കറുത്ത പൊട്ട്. സിന്ദൂരം തൊടട്ടെ കേട്ടോ. ഇത് സിന്ദൂരത്തിൻ്റെ ചെപ്പൊക്കെ ഉണ്ട്. പക്ഷേ സിന്ദൂരത്തിൻ്റെ ചെപ്പിനകത്തല്ല വെച്ചേക്കുന്നത്. കിട്ടുന്ന അതേ ചെപ്പിനകത്ത് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം റെഡിയായി. ഇനി നമുക്ക് മുടിയുടെ കാര്യം കമ്മലിടണം. അപ്പോൾ ഈ കമ്മലിടുവാണേ. ഇതാണ് കമ്മൽ ജിമുക്ക. ഇന്നിപ്പോൾ ഒരു ജിമുക്ക മേടിക്കണം.
സ്വർണ്ണക്കമ്മലേ റിങ്ങായിരുന്നു, ഞാനത് ഊരി വെച്ച്. നെക്സ്റ്റ് മുടി കെട്ടുന്നതാണ് ഒരു ടാസ്ക്. എപ്പോഴും ഉണ്ട് എൻ്റെ ഒരു ഇത്. നനഞ്ഞ മുടിയാണ്, അത് ഈരാൻ പാടില്ല, നനഞ്ഞ മുടി. അതുകൊണ്ട് ജസ്റ്റ് മോള് മാത്രമേ ഈരാറുള്ളൂ, ബാക്കി കൈകൊണ്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യാറുള്ളത്. നനഞ്ഞ മുടി ഒരിക്കലും ചീപ്പ് വെച്ച് ഈരാൻ പാടില്ല. മുടി ഒത്തിരി മുടി പൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് ഭയങ്കര മുടി പൊഴിയും. നനഞ്ഞ മുടി ചീപ്പ് വെച്ച് ഈരുക. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ പ്രത്യേകം മുടി കെയർ ചെയ്യാനൊന്നും പറ്റിയല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ മുടി നനഞ്ഞ ചീപ്പ് വെച്ചിട്ട് ഈരാതിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഹെയർ കെയർ ടിപ്പും കൂടെ ഒത്തിരി മുടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ ഹെയർ കെയർ ടിപ്പ് കയറി വന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടവല്, തല തോർത്തുന്ന ടവല്, കിടക്കുന്ന തലയിണ, ബെഡ്ഷീറ്റ്, ഇതെല്ലാം നല്ല ക്ലീനായിരിക്കണം. കാരണം നമ്മൾ കിടക്കുന്ന സ്ഥലം, നമ്മൾ തല വെച്ച് കിടക്കുന്ന സ്ഥലം ക്ലീൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടുത്തെ അഴുക്കുകൾ മൊത്തം നമ്മുടെ തലയിലോട്ടാകും. അപ്പോൾ അത് നമ്മുടെ മുടിയിലേയും ബാധിക്കും. തലയിൽ ഒരിക്കലും ചെളി ഇരിക്കാൻ പാടില്ല. ചെളി ഇരുന്നാലാണ് മുടി കൊഴിച്ചിലും. കാക്ക പേടിപ്പിക്കുക. ഈ കാക്ക ഒരു വിധത്തിൽ ഭയങ്കര ശല്യമാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ഇത് ജസ്റ്റ് ഇനി ക്ലിപ്പ് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ദേ അയ്യോ മേക്കപ്പൊക്കെ കഴിഞ്ഞു, ക്ലിപ്പൊക്കെ ഇട്ട്. അയ്യോ ഈ ക്ലിപ്പ് ഡേഞ്ചറാണ് ഗൈസ്. നമുക്ക് വേറെ ക്ലിപ്പെടുത്തു. ആ ക്ലിപ്പ് ബസ്സുകളൊക്കെ കയറി പോകുമ്പോൾ ക്ലിന്നങ്ങ് കേൾക്കി പോയിട്ട് നാണക്കേടാവും. ഇതാവുമ്പോൾ സെറ്റാ. പണ്ടൊക്കെ എൻ്റെ പൊന്നെ മുടിയിലൊക്കെ ക്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ മുടിക്ക് കട്ടി കൂടിയിട്ടൊരു രക്ഷയില്ലായിരുന്നു. ക്ലിപ്പിട ഇത് കൈവളയില്ലാത്തതുകൊണ്ട് എന്തോ പോലെ, വേറൊന്നും ഇല്ലാതെ തന്നെ അവിടെ ഇടാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. അയ്യോ ലാസ്റ്റ് എൻ്റെ പെർഫ്യൂം, ഇത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത എൻ്റെ സൂപ്പർ ഒരു പെർഫ്യൂമാണ് കേട്ടോ, ബെല്ല വിറ്റയുടെ. പിന്നെ ഇത് 20 ml ഉള്ളൂ. നല്ല സൂപ്പർ മണമാണ് കേട്ടോ. സ്മെല്ല് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ സ്മെല്ല്. ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ സ്മെല്ല്. ഇതടിച്ച് കുറച്ച് ഇതാകണം, വേർപ്പ്. അപ്പം ഞാൻ പോകുന്ന വിശേഷങ്ങൾ കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പോകുന്ന വഴിക്ക് കാണിക്കാവേ. ഓക്കെ, മെയിനായിട്ടുള്ളൊരു ഐറ്റം മറന്നുപോയി ഗൈസ്, ഇപ്പോഴാണ് ഓർത്തത്. ലിപ്സ്റ്റിക്ക്. നമ്മുടെ ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഒരുപാട് പേര് റിവ്യൂ പറഞ്ഞിട്ട് മേടിക്കണമെന്ന് ആഗ്രഹിച്ച് മേടിച്ച ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ സിമ്പിൾ മേക്കപ്പ് ഇനി പോകുന്നൊരു രണ്ടാമത്തെ വീഡിയോ ആയിട്ട് എടുക്കാം.